Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Hi friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലെ ഷേപ്പുകളെ കുറിച്ചാണ്. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് കമാൻഡ് പാനലിലാണ് കാണുക. കമാൻഡ് പാനലിൽ ക്രിയേറ്റ് എന്നതിന് തൊട്ട് താഴെ ജോമെട്രി എന്നത് കാണാം. അതിന് തൊട്ട് താഴെ ഡീഫൾട്ട് ആയിട്ട് കിടക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് പകരം വേറെ വല്ല ഓപ്ഷൻസ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലെ ബോക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിൽ കോൺ എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് കോണും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ അതിൻ്റെ നെയിം, കളർ, അതിൻ്റെ ക്രിയേഷൻ മെത്തേഡ്, ഓരോ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതിൽ ഡീഫൾട്ട് ആയിട്ടുള്ള സെൻറ്റർ മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കീബോർഡ് എൻട്രി, അതായത് കോണിൻ്റെ ഔട്ടർ റേഡിയസ്, ഇന്നർ റേഡിയസ്, ഹൈറ്റ്, അതൊക്കെ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട കോണിൻ്റെ എല്ലാ ഡയമെൻഷനും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് കീബോർഡ് എൻട്രി യൂസ് ചെയ്യുന്നത്. പിന്നെ പാരാമീറ്റേഴ്സ് നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റേഡിയസിൻ്റെ വാല്യൂ മാറ്റുക, ഹൈറ്റിൻ്റെ വാല്യൂ മാറ്റുക, സെഗ്മെൻറ്റ്സ് മാറ്റാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇപ്പോൾ കോൺ സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ റേഡിയസ് മാറുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഹൈറ്റ് മാറ്റാം. ഹൈറ്റ് മൗസായിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഹൈറ്റിൻ്റെ വാല്യൂ മാറുന്നത് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇന്നർ റേഡിയസ് കണ്ടാ, ഈ റേഡിയസ് 2 മാറുന്നതുകൊണ്ടാണ്. റേഡിയസ് 2 0 ആയ എക്സാക്റ്റ് കോൺ കിട്ടും. അതിനുശേഷം ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു കൊടുത്താൽ നമ്മൾ ആ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനി ഇപ്പം നമ്മൾ വരച്ച ഈ കോണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്രിയേറ്റ് എന്നതിൻ്റെ തൊട്ടു റൈറ്റ് സൈഡിൽ മോഡിഫൈ എന്ന ഓപ്ഷൻ കാണാം. ആ മോഡിഫൈ എന്ന ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ റേഡിയസ് വാല്യൂ നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് മൗസിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇൻക്രീസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തും നമുക്ക് കുറയ്ക്കാനും പറ്റും, കൂട്ടാനും പറ്റും. അതേപോലെ റേഡിയസ് 2 ഇപ്പോൾ 0ക്ക് പകരം ഒരു 5 കൊടുത്താൽ കണ്ട എക്സാക്ട് കോണെന്നുള്ള ഷേപ്പ് മാറി. ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഹൈറ്റ് സെഗ്മെന്റ് ഇപ്പോൾ 5 ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സൂം എക്സ്റ്റെൻഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഹൈറ്റ് സെഗ്മെന്റ്സ് നമുക്ക് കൂട്ടുമ്പോൾ കണ്ട സെഗ്മെന്റ്സ് കൂടുന്നത് കാണാം. നമുക്ക് ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും ഒക്കെ നമുക്ക് സെഗ്മെന്റ്സ് കൂടുന്നത് കാണാം. കണ്ട ഇനി ക്യാപ് സെഗ്മെന്റ് പറഞ്ഞാൽ ടോപ്പ് വ്യൂയിലാണ് കാണുക. കണ്ട ക്യാപ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂവിൽ സെഗ്മെന്റ്സ് കൂടുന്നത് കാണാം. പിന്നെ സൈഡ്സ് കണ്ട, ഇതിപ്പോൾ സ്മൂത്ത് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കാണുന്നത്. ഇനി സ്മൂത്ത് മാറ്റി നമുക്ക് ജസ്റ്റ് ആ ടിക്ക് ഓഫ് കൊടുക്കുക. സ്മൂത്തിന്റെ ടിക്ക് ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്താൽ കണ്ട ഈ സൈഡ്സ് ഒക്കെ നമുക്ക് കൊടുത്തത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. കണ്ട നമ്മൾ കൊടുത്ത സൈഡുകൾ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ സ്ലൈസ് ഓൺ, അതിന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ലൈസ് ഓൺ നമുക്കിപ്പോൾ ഇവിടെ 0 നിന്ന് നമ്മൾ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുമായിരിക്കും. കണ്ട നമുക്ക് ടോപ്പ് സൈഡ് വ്യൂവിലൊക്കെ മാറുന്നത് കാണാം. ആ ആംഗിൾ എത്ര ആംഗിളിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സ്ലൈസ് ഓൺ 90 ഡിഗ്രി കറക്റ്റ് കൊടുത്താൽ കണ്ട ക്വാർട്ടർ പോർഷൻ കിട്ടി. ഇപ്പോൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ 180 അടിച്ചു കൊടുത്താൽ മതി. 180 കണ്ട ഇപ്പൊ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത്. അപ്പൊ എങ്ങനെയാണോ വേണ്ടത് അത് സ്ലൈസ് 2 നമുക്ക് ഏതുവരെ വേണം അതും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതിനാണ് സ്ലൈസ് ഫ്രം ആൻഡ് സ്ലൈസ് ടു യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കീബോർഡ് എൻട്രി യൂസ് ചെയ്ത് എങ്ങനെയാണ് കോണെന്ന് വരയ്ക്കുന്നത് നോക്കാം. അതിനായി കോൺ സെലക്ട് ചെയ്തു. കീബോർഡ് എൻട്രി നമ്മൾ ഇപ്രാവശ്യം എഡ്ജ് എന്ന മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത്. എഡ്ജ് എന്ന മെത്തേഡ് സെലക്ട് ചെയ്തു. കീബോർഡ് എൻട്രിയിൽ എക്സിന്റെ വൈന്റെയും സെറ്റിന്റെയും പൊസിഷൻ 0 തന്നെ നമ്മൾ മാറ്റം ചെയ്യുന്നില്ല. റേഡിയസ് വാല്യൂ ഞാനിപ്പോൾ റേഡിയസ് 1 എന്നുള്ളത് ഒരു 25 കൊടുത്തു. റേഡിയസ് 2 0 തന്നെ കൊടുത്തു. ഹൈറ്റ് ഒരു 25 തന്നെ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പേഴ്സ്പെക്റ്റീവ് വ്യൂ പോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ വ്യൂ പോർട്ടിനനുസരിച്ച് ഈ ക്രിയേറ്റ് ആവണ കോണിന്റെ ആക്സിസ് മാറും. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് കൊടുത്തു. ഇപ്പൊ കണ്ട കറക്റ്റ് നമുക്ക് ടോപ്പ് വ്യൂ കണ്ട ഇങ്ങനെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിന്റെ ആക്സിസ് പറഞ്ഞാൽ ഇതിന്റെ ആക്സിസ് സെഡ് ആക്സിസ് ആണ്, ഈ കോണിന്റെ ആക്സിസ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പേഴ്സ്പെക്റ്റീവ് വ്യൂവിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇപ്പൊ കോൺ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എഡ്ജിൽ നമ്മൾ എക്സിൽ നിന്നൊരു 25 മാറി. അതിനുശേഷം റേഡിയസ് 25, റേഡിയസ് 2 0, ഹൈറ്റ് 25 എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു. കണ്ട ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ളതിന്റെ ആക്സിസ് കണ്ട ഇതിന്റെ ആക്സിസ്
വൈ ആക്സിസ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ക്രിയേറ്റ് ആയിട്ടുള്ളത് ഈ വ്യൂ പോർട്ടിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ആക്സിസ് മാറി. ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ ക്രിയേറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ആക്സിസ് മാറും. അപ്പൊ നമ്മൾ കീബോർഡ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഏത് വ്യൂ പോർട്ട് ഓൺ ആയിട്ടാണ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആക്സിസിന്റെ കോണിന്റെ ആക്സിസ് വരിക. എഡ്ജ് വെച്ച് ജസ്റ്റ് വെറുതെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്. ജസ്റ്റ് എഡ്ജ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെന്റർ വെച്ചിട്ടാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം സർക്കിൾ സെന്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് സെന്ററും എഡ്ജും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഈ കോണിന്റെ നെയിം മാറ്റണമെങ്കിൽ കോൺ നെയിമിന്റെ അവിടെ എങ്ങനെയാണോ നെയിം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോണിന്റെ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ കളർ ഓപ്ഷൻസ് വേണമെങ്കിൽ ഓട്ടോകാഡ് ACI പെല്ലറ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിലുള്ള ഏത് കളറാണോ വേണ്ടത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾറെഡി 3 കളർ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അടുത്തൊരു പോർട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് കസ്റ്റം കളേഴ്സ് കൊടുക്കുക. പുതിയൊരു കളർ ഏതാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ആഡ് കളർ കൊടുത്താൽ നിങ്ങൾ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ആ റെക്ടാങ്കിൾ ബോക്സിലേക്ക് ആ കളർ ആഡ് ആവുന്നത് കാണാം. ഇനി ആ കളറാണ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ആ കളറായിട്ട് മാറുന്നത് കാണാം. ഇനി നമുക്ക് സ്പിയർ എങ്ങനെയെന്ന് വരയ്ക്കുന്നത് നോക്കാം. അതിന് ജസ്റ്റ് സ്പിയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 മെത്തേഡ് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോണിന് പറഞ്ഞ പോലെ തന്നെ 2 മെത്തേഡ് കാണാം. സെന്റർ മെത്തേഡാണ് ഇപ്പോൾ ഓൾറെഡി കാണുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ സെലക്ഷൻ പോവാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റേഡിയസോ സെഗ്മെന്റ്സോ മാറ്റണം ഉണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യുക. നല്ല സ്പീഡിൽ വാല്യൂ മാറ്റണമെങ്കിൽ ആരോ കീ ടോപ്പിലേക്ക് മാറ്റിയാൽ മതി. കുറച്ച് മാപ്പിട്ട് പോയാൽ നല്ല സ്പീഡിൽ വാല്യൂ മാറുന്നതാണ്. ഇനി സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം. കണ്ട എത്രയാണോ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നത് സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം. അപ്പൊ സെഗ്മെന്റ്സ് ഓൾറെഡി വിസിബിൾ ആണ്. അത് എഡ്ജ്ഡ് ഫേസ് ആയതുകൊണ്ടാണ്. എഡ്ജ്ഡ് ഫേസിന് പകരം ഡീഫോൾട്ട് ഷെയ്ഡിങ് ആണെങ്കിൽ എഡ്ജ്ഡ് ഫേസ് ടിക്ക് ഓൺ ഓഫ് ആണെങ്കിൽ നമുക്ക് ഈ സെഗ്മെന്റ്സ് കാണില്ല. അപ്പൊ ഡീഫോൾട്ട് ഷെയ്ഡിൽ എഡ്ജ്ഡ് ഫേസും കൂടി ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് സെഗ്മെന്റ്സ് കാണാവുന്നതാണ്. ഇനി തൊട്ട് താഴെ സ്മൂത്ത് എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാൻ എഡ്ജ്ഡ് ഫേസിൽ നിന്ന് ഡീഫോൾട്ട് ഷെയ്ഡിലേക്ക് പോവാണ്. അതിൽ സെഗ്മെന്റ്സ് ഇപ്പോൾ കാണാം. സ്മൂത്ത് ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് സ്മൂത്ത് ഓപ്ഷനാണ് കാണുന്നത്. നമ്മൾ സ്മൂത്ത് ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ഓഫ് കൊടുത്ത കണ്ട വ്യത്യാസം വന്ന് കാണാം. ഈ ഫേസുകളൊക്കെ കറക്റ്റ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ സ്മൂത്ത് ഓപ്ഷൻ ടിക്ക് ഓൺ കൊടുത്താൽ നമുക്ക് സെഗ്മെന്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും. ഈ ഫേസുകൾ ചെറിയ കുഞ്ഞു ഫേസുകളൊന്നും കാണില്ല. കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് സ്മൂത്ത് ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ ഹെമിസ്ഫിയർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ചോപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, സ്ക്വാഷ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന ഓപ്ഷൻ ചോപ്പാണ്. ചോപ്പ് എന്ന ഓപ്ഷനിൽ നമ്മൾ ഹെമിസ്ഫിയറിന്റെ വാല്യൂ മാറ്റുമ്പോൾ കണ്ട ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വെർട്ടെക്സും സെഗ്മെന്റും അതേപോലെ വെക്കണില്ല. കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണില്ല. അതായത് സർക്കിളിന്റെ വാല്യൂ മാറുമ്പോൾ സ്പിയറിന്റെ വാല്യൂ മാറുമ്പോൾ അതിനനുസരിച്ച് ചുരുങ്ങി പോവുകയാണ്. കാരണം ഈ സെഗ്മെന്റുകളും ഫേസുകളും ഒന്നും കീപ്പ് ചെയ്ത് വെക്കുന്നില്ല. അതായത് ഈ ഫേസ് ഈ വെർട്ടെക്സ് അതൊന്നും എത്ര എണ്ണം ഉണ്ടോ അതൊന്നും കീപ്പ് ചെയ്യണില്ല. അതായത് ഉള്ളത് കുറഞ്ഞു വരികയാണ്. അതാണ് ചോപ്പ് ഓപ്ഷൻ വെച്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. പകരം നമ്മളിപ്പോ ഞാൻ ആദ്യം 0 ആക്കി അതിനുശേഷം സ്ക്വാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്രയാണോ ഫേസും വെർട്ടെക്സ് ഉള്ളത് അതും കൂടി മൂവ് ചെയ്യും. നോക്കിക്കോട്ടെ, അതും കൂടി മൂവ് ചെയ്യും. ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടോ? സ്ക്വാഷ് വെച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളത് മൊത്തം അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. 28 48 കൊടുത്തു വരിക. സ്ക്വാഷ് ചെയ്യുമ്പോൾ ഉള്ളത് മൊത്തം അവിടേക്ക് മൂവ് ചെയ്യും. അതാണ് സ്ക്വാഷ് കൊടുത്തുള്ള വ്യത്യാസം. ഇപ്പൊ അതിന്റെ ഇടയിലുള്ള സ്പേസിങ് വളരെ കുറച്ച് അധികം ഉണ്ട്. ഞാൻ സ്ക്വാഷ് കൊടുത്തിട്ട് മാറ്റുമ്പോൾ ഉള്ളത് മൊത്തം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതാണ് വ്യത്യാസം. ഇനി വാല്യൂ ഞാനൊരു 0.5 കൊടുത്ത് വരിക. 0.5 കൊടുത്താൽ എക്സാക്ട് ഹെമിസ്ഫിയർ കിട്ടും. അതാണ് 0.5. ഇനി അതേപോലെ നമുക്ക് സ്ലൈസ് ഓൺ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കോണിൽ കണ്ട പോലെ സ്ലൈസ് ഓൺ കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ ഹെമിസ്ഫിയറിന്റെ ഓപ്ഷൻ 0 കൊടുത്തു. ഇനി സ്ലൈസ് ഫ്രമുള്ളിൽ നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്. അപ്പൊ 90 ഡിഗ്രി കൊടുത്താൽ 90 ക്വാർട്ടർ ആയിട്ട് കിട്ടും. അവിടെ 180 കൊടുത്താൽ ഹാഫ് ആയിട്ട് കിട്ടും. ഈ ബേസ് ടു പിവറ്റ് എന്ന് പറഞ്ഞാൽ
കണ്ട ആദ്യം ഞാൻ ഇതിനെ എസ്കേപ്പ് ചെയ്യാണ്. ഇപ്പൊ ഇതിനൊരു മൂവ് ടൂൾ എടുത്തു, W ടൂൾ എടുത്തു. ഇതിന്റെ ബേസ് കൺട്രോൾ ചെയ്യുന്നതാണ് ബേസ് പിവറ്റ്. അപ്പൊ അത് കിടക്കുന്നത് ഇവിടെയാണ്, സെന്ററിലാണ് കിടക്കുന്നത്. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇതിന്റെ മോഡിഫൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബേസ് ടു പിവറ്റ് കൊടുക്കുമ്പോൾ ഇത് താഴേക്ക് പോകുന്നത് കാണാം. കണ്ട ബേസ് ടു പിവറ്റ് കണ്ട ഈ വ്യൂവിൽ നിങ്ങൾക്ക് കാണാം. ബേസ് ടു പിവറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് അടിക്ക് വരുന്നത് കാണാം. അതിനാണ് ആ ഓപ്ഷൻ കൊടുക്കുന്നത്. കണ്ട ഇപ്പൊ സെന്ററിലാണ്. ബേസ് ടു പിവറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ കൺട്രോൾ ചെയ്യുന്ന മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോയിന്റ് താഴേക്ക് ഇട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്. ജിയോസ്ഫിയർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സ്പിയർ വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. നമുക്ക് സ്പിയറും ജിയോസ്ഫിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ഒരു സ്പിയർ എടുക്കുക, വരയ്ക്കുക. അതിനുശേഷം ഈ ഡീഫോൾട്ട് ഷെയ്ഡിൽ നിന്ന് നമ്മൾ എഡ്ജ്ഡ് ഫേസ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിന് ജസ്റ്റ് F4 എന്ന് കീ പ്രസ് ചെയ്താൽ മതി. കണ്ട ഷോർട്ട് കീ F4. സൂം എക്സ്റ്റെൻഡ് കൊടുത്തു. കണ്ട ഇവിടെ ഫേസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കണ്ട റെക്ടാങ്കിൾ കഷ്ണം വെച്ചാണ്. പക്ഷെ ഇവിടെ കണ്ട ട്രയാങ്കുലർ ഫേസ് വെച്ചിട്ടാണ് ഈ ജിയോസ്ഫിയറിൽ ഫേസുകൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. കണ്ട ഈ ഒരു വ്യൂ കണ്ട ഇത് സ്പിയർ, ഇത് ജിയോസ്ഫിയർ. ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രയാങ്കുലർ കഷ്ണങ്ങൾ വെച്ചിട്ടാണ്, ഇതിൽ ചെറിയ ചെറിയ റെക്ടാങ്കിൾ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതാണ് ജിയോസ്ഫിയറും സ്പിയറും തമ്മിലുള്ള വ്യത്യാസം, ക്രിയേഷനിലുള്ള വ്യത്യാസം. സ്പിയർ, ജിയോസ്ഫിയർ നമ്മൾ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക. നമുക്ക് റേഡിയസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ റേഡിയസ് കൂട്ടാം. സെഗ്മെന്റ്സിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ സെഗ്മെന്റ്സിന്റെ എണ്ണം കൂട്ടാം. പിന്നെ നമുക്ക് ടെട്ര, ഒക്ട അങ്ങനെ പറഞ്ഞിട്ടുള്ള ഷേപ്പുകളുണ്ട്. ടെട്ര, ഒക്ട. നമ്മളിപ്പോ സെഗ്മെന്റ്സ് ഏറ്റവും മിനിമം 3 ആണ്. 3 കൊടുത്ത് നമുക്ക് ഷേപ്പുകൾ മനസ്സിലാവാൻ പറ്റും. കണ്ട ടെട്ര, ഒക്ട, കണ്ട ഒക്ട, ഐക്കോസ, കണ്ട ഓരോ ഷേപ്പുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഷേപ്പുകൾ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ആവുന്നത്. ടെട്ര കൊടുത്തപ്പോ ടെട്ര 3 മാറ്റിയിട്ട് ഇപ്പൊ 4 ആക്കി. അപ്പൊ അതിനനുസരിച്ചുള്ള ഷേപ്പ് മാറി. നിങ്ങൾക്ക് ബേസ് ടൈപ്പ് ഏത് രീതിയിലാണ് വേണ്ടത്, ടെട്ര വേണോ, ഒക്ട വേണോ, ഐക്കോസ വേണോ, അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന. പിന്നെ സ്മൂത്ത് ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഡ്ജ് ഫേസ് ഓഫ് ആക്കി. സ്മൂത്ത് ഓപ്ഷൻ ടിക്ക് ഓൺ ആണ്, അതുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ജിയോസ്ഫിയർ കാണാം. സ്മൂത്ത് ഓപ്ഷൻ നമ്മൾ ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ കണ്ട ഫേസുകൾ തമ്മിലുള്ള ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റും. സ്മൂത്ത് ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക, സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെമിസ്ഫിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഹെമിസ്ഫിയർ ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഹെമിസ്ഫിയർ നമുക്ക് കിട്ടും. പിന്നെ ബേസ് ടു പിവറ്റ്, അതായത് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യുന്ന പോയിന്റ്, ഈ മൂവ് ടൂള്, റൊട്ടേറ്റ്, സ്കെയില്, ഇതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഈ പോയിന്റ്, അതിന്റെ പോയിന്റ് കറക്റ്റ് സെന്ററിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ബേസ് ടു പിവറ്റ് കറക്റ്റ് ബോട്ടത്തേക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ബേസ് ടു പിവറ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ ഈ കൺട്രോൾ ചെയ്യുന്ന പോയിന്റ് താഴേക്ക് വരും. അല്ലെങ്കിൽ അത് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിലിണ്ടർ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. സിലിണ്ടർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റേഡിയസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം വരച്ചിട്ട് സെലക്ട് പോവാത്ത ടൈമിൽ തന്നെ നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റേഡിയസ് മാറ്റാം. ഈ ഹൈറ്റ് മാറ്റണമെങ്കിൽ അവിടെ മാറ്റാം. ഇനി നമുക്ക് സെഗ്മെന്റ്സ് മാറ്റണമെങ്കിൽ ജസ്റ്റ് സൂം എക്സ്റ്റെൻഡ് കൊടുത്താൽ നമുക്ക് 4 വ്യൂവിന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. സെഗ്മെന്റ്സ് 5 പകരം കൂട്ടണമെങ്കിൽ കൂട്ടാൻ പറ്റും. ക്യാപ് സെഗ്മെന്റ് കൂട്ടണമെങ്കിൽ ക്യാപ് സെഗ്മെന്റ് കൂട്ടാം. കണ്ട ക്യാപ് സെഗ്മെന്റ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റും കൂട്ടുമ്പോൾ. കണ്ട ഇവിടെയുള്ള സെഗ്മെന്റ്സ് കൂട്ടണമെങ്കിൽ ക്യാപ് സെഗ്മെന്റ് കൂട്ടാം. ഇനി ഹൈറ്റ് സെഗ്മെന്റ് കൂട്ടണമെങ്കിൽ കണ്ട ഹൈറ്റ് സെഗ്മെന്റ് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. സൈഡ്സ് കൂട്ടണമെങ്കിൽ സൈഡ്സ് കൂട്ടാം. കണ്ട ഈ സർക്കിളിന്റെ കറക്റ്റ് സൈഡ്സ് ഏറ്റവും മിനിമം പറഞ്ഞാൽ 3 ആയിരിക്കും, ഏറ്റവും മാക്സിമം പറഞ്ഞാൽ 200 ആയിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് സൈഡ് വൃത്തിയിൽ കിട്ടുന്ന ഒരു വാല്യൂ കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാൻ പറ്റും. ഇപ്പൊ സ്മൂത്ത് ഓപ്ഷൻ ടിക്ക് ഉള്ളതുകൊണ്ട് കറക്റ്റ് സിലിണ്ടർ ഷേപ്പ് സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും. സ്മൂത്ത് ഓപ്ഷൻ ടിക്ക് ഓഫ് ആണെങ്കിൽ കണ്ട ഈ ഫേസുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സ്മൂത്ത് ടിക്ക് ഓൺ കൊടുത്തു. സ്ലൈസ് ഓൺ ചെയ്യണമെങ്കിൽ സ്ലൈസ് ഓൺ കൊടുക്കാം. എവിടുന്ന് എവിടേക്ക് വേണം കണ്ട നമുക്ക് എത്ര ആംഗിൾ വേണോ. 90 ഡിഗ്രിയിലാണ് വേണ്ടെങ്കിൽ 90 ഡിഗ്രി കണ്ട ക്വാർട്ടർ ആയിട്ട് കിട്ടും. എത്ര ആംഗിൾ ആണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ലൈസ് ഫ്രം, സ്ലൈസ് ടു എത്ര വേണം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈസ് ഫ്രം, സ്ലൈസ് ടു യൂസ് ചെയ്യുന്നത്. പിന്നെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫയർ ലിസ്റ്റ് കാണാം. മോഡിഫയർ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് കണ്ട സിലിണ്ടറിന് കാണാം. ആ സിലിണ്ടറിന്റെ റേഡിയസ് ഇവിടെ നിന്നും കൂട്ടാം. റേഡിയസ് കൂട്ടണമെങ്കിൽ റേഡിയസ് കൂട്ടാം, ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് സെഗ്മെന്റ്സ് കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ എന്തും ചെയ്യാം. ക്യാപ് സെഗ്മെന്റ്, സൈഡ്സ്, സ്മൂത്ത് ടിക്ക് ഓൺ ചെയ്യണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്യാം.
സ്ലൈസ് ഓൺ ടിക്ക് ഓൺ ഓഫ് ചെയ്ത് കൊടുക്കാം. എത്ര വാല്യൂസ് ആണോ വേണ്ടത് അങ്ങനെ നമുക്ക് സിലിണ്ടറിലും വ്യത്യാസം വരുത്താം. ഇനി ട്യൂബ് എങ്ങനെയാണെങ്കിൽ ട്യൂബ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ റേഡിയസ് വന്ന് കാണാം. ഇനി ഔട്ടർ റേഡിയസ് 2 ജസ്റ്റ് വരച്ചു കൊടുക്കുക, എത്രയാണോ വേണ്ടത്. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് കാണാം. സൂം എക്സ്റ്റെൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സെലക്ഷൻ പോവാത്ത ടൈമിൽ തന്നെ നമുക്ക് വാല്യൂസ് മാറ്റണമെങ്കിൽ പാരാമീറ്റേഴ്സിന്റെ റേഡിയസ് 1 കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. റേഡിയസ് 2 വാല്യൂ മാറ്റം വരുത്താം. ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഹൈറ്റ് സെഗ്മെന്റ്സ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് സെഗ്മെന്റ്സ് കൂട്ടാം. ക്യാപ് സെഗ്മെന്റ്സ് കൂട്ടണമെങ്കിൽ ക്യാപ് സെഗ്മെന്റ്സ് കൂട്ടാം. ആ ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാം ക്യാപ് സെഗ്മെന്റ് കൂടുന്നത്. സൈഡ്സ് കൂട്ടണമെങ്കിൽ സൈഡ്സ് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പൊ സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആണ്, ടിക്ക് ഓൺ ഓഫ് ആക്കി കൊടുത്താൽ സൈഡിൽ നമ്മളുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. അത് സ്മൂത്ത് ആക്കി കിട്ടണമെങ്കിൽ സ്മൂത്ത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം സ്ലൈസ് ഓൺ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സ്ലൈസ് ഓൺ കട്ടാക്കി കൊടുക്കണമെങ്കിൽ കട്ടാക്കാം. കണ്ട സ്ലൈസ് ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഏത് പോർഷനിലാണോ കട്ട് ചെയ്യേണ്ടത് മുറിച്ച് അങ്ങനെ വേണമെങ്കിൽ ആ ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേണ്ടെങ്കിൽ ജസ്റ്റ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. 2 മെത്തേഡ് ഉണ്ട്, എഡ്ജ് മെത്തേഡും സെന്റർ മെത്തേഡും. പിന്നെ നമുക്ക് ഓൾറെഡി വരയ്ക്കേണ്ട ട്യൂബിന്റെ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കീബോർഡ് എൻട്രി വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക. അപ്പൊ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്ലസിന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ട്യൂബ് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് റേഡിയസ് മാറ്റണമെങ്കിൽ റേഡിയസ് മാറ്റാം. റേഡിയസ് 2 കൂട്ടുകയോ കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് സെഗ്മെന്റ്, ക്യാപ് സെഗ്മെന്റ്, സൈഡ് സ്മൂത്ത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ടിക്ക് ഓൺ ചെയ്യണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്യാം. സ്ലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം സ്ലൈസ് ഓൺ ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടുത്തെ വാല്യൂ മാറ്റുക. 0 കൊടുത്താൽ നമുക്ക് ഒറിജിനൽ പൊസിഷൻ കിട്ടും. ഈ ടോറസ് എങ്ങനെ വരയ്ക്കുന്ന നോക്കാം. ടോറസ് സെലക്ട് ചെയ്യുക, അതിനുശേഷം കണ്ട ഒരു വട പോലത്തെ സെലക്ട് ചെയ്തതിനു ശേഷം മൗസ് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക, ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എങ്ങോട്ടാണോ വേണ്ടത് റേഡിയസ് 1 2 അടുത്ത റേഡിയസും വരച്ചു കൊടുക്കുക. ഈ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വാല്യൂസ് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം. റേഡിയസ് 1 മാറ്റണമെങ്കിൽ മാറ്റാം, 2 മാറ്റണമെങ്കിൽ 2 മാറ്റാം. റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. ഡീഫോൾട്ട് ഫേസിൽ F4 അടിക്കുക. F3 അല്ല, F3 വീണ്ടും ഡീഫോൾട്ട് അടിക്കുക. അതിനുശേഷം F4 അടിക്കുക. അപ്പൊ എഡ്ജ് റിവൈസ് കിട്ടും. നമുക്ക് കണ്ടോ ഇപ്പൊ ഈ ഒബ്ജക്റ്റ് കണ്ടോ, അതിക്ക് സൂം എക്സ്റ്റെൻഡ് അടിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാ വ്യൂവിലും കറക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഇപ്പൊ കണ്ട ഇപ്പൊ ഈ സെഗ്മെന്റ്സ് കണ്ട അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് റൊട്ടേഷൻ ചെയ്താൽ അതിൻ്റെതായ രീതിയിൽ ഒന്ന് അലൈൻമെന്റ് ആയിട്ട് വരും. കണ്ട ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് അലൈൻ ആയിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. അതിനാണ് റൊട്ടേഷൻ വാല്യൂ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നമുക്കൊരു ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ട്വിസ്റ്റ് അതിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യുക. കണ്ട ഇപ്പൊ ഇവിടുന്ന് വാല്യൂ മാറുന്നത് കാണാം ഈ ഒരു പോയിന്റിൽ നിന്ന്. ഇപ്പൊ വീണ്ടും വാല്യൂസ് മാറണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് പിന്നെ കണ്ട ആ ഒരു പോയിന്റിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. അങ്ങനെ കണ്ട അങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാം. അതിനാണ് ട്വിസ്റ്റിന്റെ വാല്യൂ യൂസ് ചെയ്യുന്നത്. നമുക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ട അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനാണ് ട്വിസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. കണ്ട സെഗ്മെന്റ്സ് കൂട്ടുന്നത് കാണാം, വാല്യൂ ഇവിടെ കൂടുന്നത് കാണാം. പിന്നെ സൈഡ്സ് ഏറ്റവും മിനിമം 3 ആണ്. 3 ആകുമ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് ആണ്, ഒരു വൃത്തിയുള്ള ഷേപ്പ് അല്ല. അപ്പൊ നമുക്ക് ഒരു ഏതാണ്ട് വൃത്തിയുള്ള ഷേപ്പ് കിട്ടാനുള്ള ഒരു വാല്യൂ കൊടുക്കുക. അതിനുശേഷം സ്മൂത്ത് സൈഡ് മാത്രം സ്മൂത്ത് ചെയ്യണമെങ്കിൽ സൈഡ് മാത്രം സ്മൂത്ത് ചെയ്യുക. കണ്ട ഇപ്പൊ ബാക്കിയുള്ളത് കാണാൻ പറ്റും. ഇനി സെഗ്മെന്റ് മാത്രം സ്മൂത്ത് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ് സ്മൂത്ത് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ വ്യത്യാസം എന്ന് കാണാം. മൊത്തം സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഓൾ സ്മൂത്ത് കൊടുക്കുക. പിന്നെ സ്ലൈസ് ഓൺ പറഞ്ഞാൽ കട്ട് ചെയ്യാനുള്ളത്. ഇപ്പൊ ഒരു 45 ഡിഗ്രി 90 ഡിഗ്രിയിൽ ക്വാർട്ടർ ആണ് കട്ട് ചെയ്യണമെങ്കിൽ 90 ഡിഗ്രി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ട പകുതിയായിട്ട് കട്ട് ചെയ്ത് കാണാം. ഇനി 180 ഡിഗ്രി അടിച്ചു കൊടുത്താൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കാണാം. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒബ്ജക്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ഓൾറെഡി ടൈപ്പ് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എസ്കേപ്പ് കൊടുത്ത് വരയ്ക്കുക. ഞാൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് അതിനുശേഷം എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക, പ്ലസിന് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ ലിസ്റ്റിൽ പോവുക. നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ടോറസ് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ റേഡിയസ് മാറ്റാം, റേഡിയസ് 2 മാറ്റാം. റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം. സെഗ്മെന്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, സൈഡ്സ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. സ്മൂത്ത് സൈഡ് സ്മൂത്ത് ചെയ്യണോ അത് സെഗ്മെന്റ് സ്മൂത്ത് ചെയ്യണോ ഓൾ സ്മൂത്ത് ചെയ്യണോ ഒന്നും ചെയ്യണ്ടെങ്കിൽ നണ്ണ് കൊടുത്താൽ മതി. കണ്ട ഓരോന്ന് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് കാണാം. അവിടെ ഓൾ അല്ലാതെ സ്മൂത്ത് ചെയ്യുമ്പോൾ സ്മൂത്ത് ചെയ്തു, നണ്ണ് കൊടുത്തപ്പോ കണ്ടോ ഓരോ ചെറുതായിട്ട് നമുക്ക് എടുത്ത് കാണാം ഫേസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം. സൈഡ്സ് കൊടുക്കുമ്പോഴും കാണാം, സെഗ്മെന്റ്സ് കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാം. ഓൾ കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും.
പിന്നെ സ്ലൈസ് ഓൺ ചെയ്തിട്ട് ടിക്ക് വേണ്ടെങ്കിൽ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കറക്റ്റ് ഒറിജിനൽ ഷേപ്പ് തന്നെ കിട്ടും. ഇനി പിരമിഡ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആദ്യക്ക് ബേസ് വരച്ചു കൊടുക്കുക. പിരമിഡിന്റെ ബേസ് വരച്ചതിന് ശേഷം ഹൈറ്റ് കണ്ട നമ്മൾ മാറ്റുമ്പോൾ ഹൈറ്റ് മാറുന്നത് കാണാം. ജസ്റ്റ് ഹൈറ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് പിരമിഡ് വരയ്ക്കുക. ഇനി നമുക്ക് ഇതിന്റെ വരച്ചതിന് ശേഷം ഇപ്പൊ സെലക്ട് പോയിട്ടില്ല. സെലക്ട് പോവാത്ത ടൈമിൽ തന്നെ നമുക്ക് വിഡ്ത്ത് കൂട്ടണമെങ്കിൽ വിഡ്ത്ത് കൂട്ടാം, ഡെപ്ത് കൂട്ടണമെങ്കിൽ ഡെപ്ത് കൂട്ടാം. കണ്ട വിഡ്ത്തും ഡെപ്തും ബേസിന്റെ വാല്യൂ ആണ്. കണ്ട ടോപ്പ് വ്യൂവിൽ വിഡ്ത്ത് കൂട്ടുമ്പോൾ നമുക്ക് വാല്യൂ മാറുന്നത് കാണാം. ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിലും വാല്യൂ മാറുന്നത് കാണാം. ഡെപ്ത് കൂട്ടുമ്പോഴും മാറുന്നത് കാണാം. ലെഫ്റ്റ് വ്യൂവിലും ടോപ്പ് വ്യൂവിലും വാല്യൂ മാറുന്നത് കാണാം. കണ്ട നമുക്ക് ഹൈറ്റ് കൂട്ടാണെങ്കിൽ കണ്ട ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് ആയിട്ട് കാണാം. ഫ്രണ്ട് വ്യൂവിലും ലെഫ്റ്റ് വ്യൂവിലും കാണാം ഹൈറ്റ് കൂടുന്നത്. നിങ്ങൾക്ക് വിഡ്ത്ത് സെഗ്മെന്റ് കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് നിങ്ങൾക്ക് കൂടെ കാണാത്തത് ഡീപ്പ് ഷെയ്ഡിങ് എഡ്ജ് ബേസും കൂടി ഓൺ ആക്കി കൊടുത്താൽ മതി. നമുക്ക് കണ്ട വിഡ്ത്ത് സെഗ്മെന്റ് കൂടി. വിഡ്ത്തിൽ ഇപ്പൊ 3 സെഗ്മെന്റ് കൂട്ടി. ഡെപ്തിൽ സെഗ്മെന്റ് കൂട്ടണമെങ്കിൽ കണ്ട ഡെപ്തിൽ ഇതാണ് ഡെപ്തിൽ ഇപ്പൊ നിങ്ങൾ 2 സെഗ്മെന്റ് ആയി. ഒരു സെഗ്മെന്റ് കൂടി ആഡ് ചെയ്താൽ ഡെപ്തിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഒരു സെഗ്മെന്റ് കൂടി ആഡ് ചെയ്താൽ കണ്ട ഈ ലെഫ്റ്റ് വ്യൂവിലും ആഡ് ആവുന്നത് കാണാം. ഈ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരുന്നത് കാണാം. കണ്ട ഹൈറ്റ് സെഗ്മെന്റ് കണ്ട ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് സെഗ്മെന്റ് വരുന്നത് കാണാം. അപ്പൊ നിങ്ങൾക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു ഒബ്ജക്ട് സെലക്റ്റഡ് ആണ്. ഇപ്പൊ ഒബ്ജക്ട് സെലക്ട് ഒക്കെ പോയി. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ഷൻ പോയി, മൊത്തം പോയി. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് മോഡിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ എന്ന ഓപ്ഷനിൽ വിഡ്ത്ത് മാറ്റണമെങ്കിൽ വിഡ്ത്ത് മാറ്റാം, ഡെപ്ത് മാറ്റണമെങ്കിൽ ഡെപ്ത് മാറ്റാം, ഹൈറ്റ് മാറ്റാം, വിഡ്ത്ത് സെഗ്മെന്റ്, ഡെപ്ത് സെഗ്മെന്റ്, ഹൈറ്റ് സെഗ്മെന്റ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടീപോട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിന്റെ റേഡിയസ് മാറ്റണമെങ്കിൽ റേഡിയസ് മാറ്റാം, സെഗ്മെന്റ്സ് കൂട്ടണമെങ്കിൽ സെഗ്മെന്റ്സ് കൂട്ടാം. അത് നമ്മൾ കൊടുത്തത് കാണണമെങ്കിൽ ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിൽ എഡ്ജ് ബേസും കൂടി ഓൺ ആക്കി കൊടുത്താൽ നമ്മൾ കൊടുത്തത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എത്രയാണോ കൊടുത്തുള്ള സെഗ്മെന്റ്സ് ഒക്കെ. ഈ സെഗ്മെന്റ്സ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഏറ്റവും മിനിമം 1 ആണ്. കൂട്ടുന്നതിനനുസരിച്ച് ഷേപ്പ് നല്ല വൃത്തിയിൽ കിട്ടുന്നത് കാണാം. ഇത് വീണ്ടും ജസ്റ്റ് ഡീഫോൾട്ട് ഷെയ്ഡിങ് F4 ആണ് ഷോർട്ട് കീ. F4 കൊടുത്താൽ മതി. ഇനി ടീപോട്ട് 4 പോർഷൻ ഉണ്ട്. ബോഡി ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ ബോഡി ഡിസേബിൾ ആവുന്നത് കാണാം. അതേപോലെ ഹാൻഡിൽ പോയി കണ്ട ഹാൻഡിൽ പോയി. പിന്നെ സ്പൗട്ട് പോയി. ഇവിടെ ഉണ്ടായിരുന്ന പോർഷൻ. പിന്നെ ലിഡ് മൂടി വേണ്ടെങ്കിൽ മൂടി ഓഫ് ആക്കി കൊടുക്കാം. ഈ 4 പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ടിക്ക് ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചു, സൂം എക്സ്റ്റെൻഡ് കൊടുത്തു. ഈ ഒരു വ്യൂ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ Alt W കൊടുത്തു. അതിനുശേഷം ഇതിന്റെ ഒരു കോപ്പി കിട്ടണമെങ്കിൽ W കൊടുത്തു. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ആദ്യം ഷിഫ്റ്റ് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ആരോ പ്രസ് ചെയ്തതിനു ശേഷം മൂവ് ചെയ്യുക. അപ്പൊ കോപ്പി ഓപ്ഷൻ വരും. ഇപ്പൊ 2 കിട്ടണമെങ്കിൽ 2 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. 2 കോപ്പി വന്നു. അതിനുശേഷം ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഈ ടീപോട്ട് സെലക്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിഡ് ഓഫ് ആക്കി കൊടുത്തു. അതേപോലെ സ്പൗട്ടും ഓഫ് ആക്കി കൊടുത്തു. ഇപ്പൊ കണ്ട നമുക്ക് ചെറിയൊരു കപ്പ് പോലത്തെ ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേക്കാം. കണ്ട ജസ്റ്റ് ഒരു കപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്തിട്ട് ഇതിന്റെ കപ്പിന് പകരം നമുക്കിപ്പോ അതിന്റെ മോഡിഫൈ ലിസ്റ്റിൽ നമ്മൾ ഹാൻഡിലും കൂടി കളഞ്ഞു വരിക്കുക. ഹാൻഡിൽ കളഞ്ഞിട്ട് കുറച്ചും കൂടി ഹൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം വേറെ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ടീപോട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ടീപോട്ട് യൂസ് ചെയ്തിട്ട് ടീപോട്ട് അല്ലാണ്ട് വേറെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. സ്കെയിലും അല്ലാതെ യൂസ് ചെയ്തിട്ട് എന്ത് വേണം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണം ഏത് ടീപോട്ടിന്റെ ഏത് പാർട്സ് ആണ് വേണ്ടത് അത് ടിക്ക് ഓഫും ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലെയിൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് 2 ഡയമെൻഷനല്ലോ, എക്സും വൈയും, ഹൈറ്റ് ഇല്ല, ലെങ്ത്തും എടുത്തും മാത്രമേ ജസ്റ്റ് വരച്ചു കൊടുക്കുക. പ്ലെയിൻ യൂസ് ചെയ്തിട്ട് കുറെ സാധനങ്ങൾക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കർട്ടനും അങ്ങനെ ബെഡ്ഷീറ്റും അങ്ങനെ കുറെ സാധനങ്ങൾ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലെങ്ത്തും വിടുത്തും അതിന്റെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ലെങ്ത്ത് കൂട്ടാം, വിടുത്ത് കൂട്ടണമെങ്കിൽ വിടുത്ത് കൂട്ടാം. 2 ടൈപ്പിൽ നമുക്ക് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം, റെക്ടാങ്കിൾ ആയിട്ടും സ്ക്വയർ ആയിട്ടും. സ്ക്വയർ ആകുമ്പോൾ ലെങ്ത്തും വിടുത്തും ഹൈറ്റ് സെയിം ആയിരിക്കും. പിന്നെ അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മോഡിഫൈ പ്ലെയിൻ ലെങ്ത് വിടുത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, ലെങ്ത് സെഗ്മെന്റ് വിടുത്ത് സെഗ്മെന്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇതാണ് പ്ലെയിനുള്ള ഓപ്ഷൻസ്. ഇനി ലാസ്റ്റ് പഠിക്കാനാണ് ടെസ്റ്റ് പ്ലസ്. ജസ്റ്റ് ടെസ്റ്റ് പ്ലസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പ്ലെയിനിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ടെസ്റ്റ് ഉള്ളത് ടെസ്റ്റ് പ്ലസ് ആണ്. നമുക്ക് വേറെ എന്തെങ്കിലും വേണ്ടെങ്കിൽ ടെസ്റ്റ് പ്ലസ് മാറ്റി ഇപ്പോൾ PG ക്രിയേഷൻ ആണെങ്കിൽ PG ക്രിയേഷൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതാണ് ഏത് പ്ലെയിനിലാണ്, XY പ്ലെയിനിലാണ് വേണ്ടെങ്കിൽ XY പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി XZ പ്ലെയിനിലാണെങ്കിൽ XZ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. Y സൈഡ് ആണെങ്കിൽ YZ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ലാർജ് ടെസ്റ്റ് വിൻഡോ കുറെ ടൈപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ലാർജ് വിൻഡോ ഓപ്പൺ ആക്കി നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി എന്ത് എഡിറ്റ് ചെയ്യണമെങ്കിലും ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. പിന്നെ സൈസ്, അതായത് കണ്ട ടെസ്റ്റിന്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. കണ്ട ഇവിടെ സൈസ് കൂടുന്നത് കാണാം. ഇനി ഓരോ ലെറ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ അങ്ങനെയും കൂട്ടാം. കണ്ട അതായത് ഓരോ തൊട്ടടുത്തുള്ള ലെറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ ട്രാക്കിംഗ് കൂട്ടി കൊടുത്താൽ മതി. സൈസ് കൂട്ടണമെങ്കിൽ സൈസും കൂട്ടാൻ പറ്റും. പിന്നെ നമുക്കിത് ഇപ്പോൾ 3D ഷേപ്പ് ആക്കണമെങ്കിൽ ഇവിടെ എക്സ്ട്രൂഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രൂഡ് ഓപ്ഷനിൽ നിങ്ങൾ 3D ഷേപ്പ്, അതായത് ഇപ്പോൾ 25 നടിച്ചെടുത്തുമായിരിക്കും. കണ്ട ഒരു 3D ഷേപ്പ് ആയത് കണ്ട 3D ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്ട്രൂഡിൽ നിങ്ങൾ വാല്യൂ മാറ്റിയാൽ നിങ്ങൾക്ക് 3D ഷേപ്പ് ആക്കാൻ പറ്റും. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.